ഹലോ, എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു ചുറ്റുപാടൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാനൊരു സ്കൂളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് KG സെക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് നാളത്തെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു അധ്യാപികയാവുക എന്നത്. അപ്പോൾ അതിനുവേണ്ടി കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു 8 വർഷത്തിന് ശേഷമാണ് ഞാൻ പഠിക്കാനായിട്ട് പോയത്. അപ്പോൾ TTC കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ എനിക്കൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോലിയും കിട്ടി. അപ്പം വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഈ സ്കൂൾ 3 ഉണ്ട്. KG സെക്ഷനിലെ 2 സ്കൂളും പിന്നെ പ്ലേ സ്കൂൾ മുതൽ 7ാം ക്ലാസ് വരെ ഉള്ള ഒരു സ്കൂളും, അതിന് 3 സ്കൂൾ ഇവിടെയുണ്ട്. അതിൽ പക്ഷേ എനിക്ക് കിട്ടിയത് ഇപ്പോൾ KG സെക്ഷനാണ്. കാരണം ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ നിന്നിട്ടൊരു ഒരു പ്രൈവറ്റ് സ്കൂൾ കൂടെ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷാണ്, ഫുൾ ഇംഗ്ലീഷ് മീഡിയമാണ്. അപ്പോൾ എനിക്ക് നമ്മൾ നേഴ്സറി മുതലേ ഞാനിപ്പോൾ ഈ TTC കഴിഞ്ഞത് വരെ തന്നെ മലയാളം മീഡിയത്തിൽ പഠിച്ചൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതുപോലെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു സ്കൂളിലോട്ട്, ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സാറും ടീച്ചേഴ്സൊക്കെ പറഞ്ഞു എങ്കിലും ആദ്യമായിട്ട് KG സെക്ഷനിൽ നിന്ന് ഒന്ന് പരിചയമൊക്കെ ആയതിനു ശേഷം 6 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത കൊല്ലം എങ്ങാനും ഒന്ന് തൊട്ടുള്ള ക്ലാസ്സിലോട്ട് ആക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് TTC കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ആപ്ലിക്കേഷനും ബയോഡേറ്റയൊക്കെ കൊടുത്ത് നിന്നിട്ട് പോലും എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം എൻ്റെ അച്ഛൻ ഇവിടെ ഈ സ്കൂളിൽ തന്നെ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനൊരു പെയിൻറ്റിംഗ് തൊഴിലാളി കൂടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് അച്ഛൻ ഞാനോട് ചോദിച്ചത്, TTC കഴിഞ്ഞ് നിൽക്കുകയല്ലേ, അപ്പോൾ സ്കൂളിലൊക്കെ ബയോഡേറ്റ കൊണ്ടിട്ടാണോ നിങ്ങൾ ജോലിക്ക് കയറുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ സാറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു. പിന്നെ എൻ്റെ ബയോഡേറ്റയൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ശരിയായി. തിങ്കളാഴ്ച തന്നെ കൊടുത്തു. തിങ്കളാഴ്ച തന്നെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. തിങ്കളാഴ്ച തന്നെ എനിക്ക് ജോലി ശരിയായി. അപ്പോൾ ഞാൻ 1-ാം തീയതി തൊട്ട് തന്നെ ഇവിടെ സ്കൂളിൽ വന്നു. ഇന്ന് ജൂൺ 5 ആണ് ഈ സ്കൂളിൽ പ്രവേശനോത്സവമൊക്കെ നടത്തിയത്. അപ്പോൾ പ്രവേശനോത്സവം കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ ഞാനിത് ഏത് സ്കൂളെന്നോ എവിടെയാണെന്നോ പിള്ളേരെ ആരെയും ഞാൻ കാണിക്കില്ല. കാരണം പ്രൈവസി ഉണ്ട്. ഞാനിത് ആർക്കും പറഞ്ഞിട്ട് പോലും, എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അതിന് വേണ്ടി വീഡിയോസ് എടുക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഈ പേരുമായിട്ടോ ഇവിടുത്തെ സ്റ്റുഡൻസുമായിട്ടോ ആരെയും ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ആരെയും കാണിക്കുന്നില്ല. പക്ഷേ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഞാനിവിടെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ പ്ലേ സ്കൂളുണ്ട്, ഡേ കെയർ ഉണ്ട്, LKG UKG ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞാനും പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടുമെന്ന് പോലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരുപാട് സ്ഥലത്ത് ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ആപ്ലിക്കേഷൻ ബയോഡേറ്റയൊക്കെ കൊണ്ടിട്ടിട്ട് പോലും ജോലിയൊന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടി വളരെയധികം സന്തോഷമുണ്ട്. ദൈവം ഒരിക്കലും കൈവിടില്ല എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം അത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ദൈവം അതെല്ലാം നടത്തി തന്നു. പിന്നെ ഇപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തന്നെയാണ്. കാരണം ഇതുപോലെ ഒരുപാട് പേർക്ക് ഞങ്ങളുടെ കൂടെ കോഴ്സ് കഴിഞ്ഞിറങ്ങി ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും എനിക്കിതുപോലെ ഒരു ജോലി കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷം തന്നെയുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പഠിക്കാനായിട്ടൊരു അവസരം തന്നത് ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ അനുവാദം ഇല്ലെങ്കിൽ പോലും എനിക്ക് പഠിക്കാനോ ഒന്നിനും കഴിയില്ല. ചേട്ടനാണെങ്കിൽ പോലും എരിക്കുട്ടനാണെങ്കിൽ പോലും അവൻ എൻ്റെ എല്ലാ കാര്യത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് എന്നോടൊപ്പം നിൽക്കുന്ന ഒരു കുട്ടി കൂടെയാണ്. അപ്പോൾ അവൻ്റെ ഒരു പിന്തുണ കൂടെ കൊണ്ട് ചേട്ടൻ്റെ ഞങ്ങൾ 2 പേരുടെ വീട്ടുകാരുടെ പിന്തുണയും സപ്പോർട്ട് സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതും ഇതുപോലെ ഒരു ജോലിക്ക് എനിക്ക് വരാനായിട്ട് കഴിഞ്ഞതും. പിന്നെ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേയുള്ള വലിയൊരു ആഗ്രഹമാണ് ഒരു അധ്യാപികയാകുവാനായിട്ട്. അത് തന്നെ എനിക്ക് ദൈവം നടത്തി തന്നാലും ദൈവത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഉച്ചവരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കണം. അപ്പം ഇവിടുത്തെ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇതൊക്കെയാണ് ഈ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പുതിയൊരു
കാര്യത്തിലേക്ക്, അതായത് ഒരു അധ്യാപനം അതിലോട്ട് കടന്നതിന് ശേഷമുള്ള ഒരു ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.